ഹലോ എവ്രി വൺ, നമ്മൾ ഇന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ആഗോലി മീൻ വെച്ചുള്ള കറിയാണ്. എന്നാൽ ഇന്നുണ്ടല്ലോ കുടംപുളി, കുരുമുളക് പൊടി ഇതൊക്കെ ഉപയോഗിക്കാതാണ് ഉണ്ടാക്കുന്നത്. മറുനാടൻ മലയാളി സ്പെഷ്യലാണ് കേട്ടോ. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്ന് എല്ലാവർക്കും നാട്ടിലൊക്കെ പോകാൻ വയ്യാത്തതുകൊണ്ട് പലരും പറയുന്ന കേട്ടു കുടംപുളി തീർന്നു പോയി, കുരുമുളക് തീർന്നു പോയി എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഒരു നല്ല മീൻകറിയാണ് ഇന്ന് ചെയ്യുന്നത്. കോട്ടയം സ്റ്റൈൽ മീൻകറി മാറി നിൽക്കുന്ന വിധത്തിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് കുടംപുളി ഒന്നും ഉപയോഗിക്കാതെയുള്ള ഒരു നല്ല മീൻകറിയാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കുടംപുളി ഇല്ലെന്നൊക്കെ പറഞ്ഞ് മീൻകറി വെക്കാത്തവരൊക്കെ ഇനി നമ്മുടെ ഈ സ്റ്റൈലിൽ മീൻകറി ഒന്ന് വെച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിന്ന് 1 കിലോ ആഗോലി മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകണം. മീൻ നന്നായിട്ട് കഴുകിയാൽ മാത്രമേ നമുക്ക് അതിന് നല്ല ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് ഉപ്പ് ഇട്ടോ മഞ്ഞളിട്ടോ ഗോതമ്പ് പൊടി ഇട്ടോ ഒക്കെ നന്നായിട്ട് മീനൊന്ന് കഴുകണം. അത് കഴിഞ്ഞ് നമുക്കിന്ന് കുടംപുളിക്ക് പകരം നമ്മൾ വാളൻപുളിയാണ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി ഉപയോഗിക്കുമ്പം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ തക്കാളി കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇടുകയാണ്. ബോയിൽ ചെയ്യണം എന്നില്ല, ബോയിൽ ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ടാൽ മതിയാകും. ഒരു 1-2 മിനിറ്റ് അതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലി എളുപ്പത്തിൽ പൊളിച്ച് മാറ്റാം. അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് ഫ്രീസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ അരപ്പുണ്ടാക്കാനായിട്ട് 1 ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി അല്ലി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന തക്കാളി, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഈ അരപ്പിലേക്ക് അരിഞ്ഞിടാവുന്നതാണ്. പറഞ്ഞല്ലോ, ഫ്രീസ് ചെയ്ത് നമുക്കിതുപോലെ തന്നെ തൊലി എടുത്ത് കളയാവുന്നതാണ്. കറിക്കൊക്കെ ഈ തക്കാളിയുടെ തൊലി കിടക്കുമ്പം അതിൻ്റെ അപ്പിയറൻസ് അത്ര ശരിയാവത്തില്ല. അതുകൊണ്ട് തൊലി എടുത്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പം തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ബെസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ വെച്ച് കടുകും ഉലുവയും ചേർക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പം ചെറിയ ഉള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു 2 തണ്ട് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരികയുള്ളൂ. പച്ച മണം മാറുന്നത് വരെ എല്ലാം വഴറ്റിയെങ്കിൽ മാത്രമേ കറിക്ക് നല്ല കളറും കാണത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പാണെങ്കിലും നന്നായിട്ട് വഴറ്റി അതിൻ്റെ നിറമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വഴറ്റി കൊടുക്കണം. പലപ്പോഴും മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സൊക്കെ പറയും നിറമൊന്നും വന്നില്ല, നല്ല ചുമന്ന നിറം വന്നില്ല. ഈ വഴറ്റുന്നതിലാണ് നിറം വരാത്തത് കേട്ടോ. നന്നായിട്ട് വഴറ്റണം. വഴറ്റിയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ കളറ് മാറി എണ്ണ തെളിയുന്നിടം വരെ അരപ്പ് വഴന്നു വന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല നിറം കാണുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഞെരടി അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് വെള്ളം വേണം. ഇത് പോരാ, എന്നാൽ ഒത്തിരി വെള്ളം വേണ്ട താനും കേട്ടോ. മീൻ വേകാനായിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതിയാകും. അതിനുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളം വെച്ചിട്ട് അത് വറ്റിപ്പോകാൻ വേണ്ടി ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട, എന്നാൽ ആ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം മതിയാവുന്നതാണ്. കറിക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഉണ്ടെങ്കിൽ അത് മതിയാകും. അഥവാ അത് പോരെങ്കിൽ
ഒരു ശകലം വെള്ളം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. 1-2 കറിവേപ്പില ഒന്ന് തൂകി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതിയാവും. സ്ലോവും ഫാസ്റ്റും വെക്കല്ല. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, എല്ലാം നല്ലതായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചും കഴിക്കാം. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് വറുത്ത് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളകും കറിവേപ്പിലയും മാത്രമാണ് നമ്മൾ വറുത്തിടുന്നത്. നമ്മൾ നേരത്തെ കടുകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ കടുക് ചേർക്കാത്തത്. ഇങ്ങനെ ഒന്ന് വറുത്ത് ചേർത്ത് ഇടുന്ന കറിക്കും നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ട് അടച്ചു വയ്ക്കുക. നമ്മുടെ മറുനാടൻ മലയാളി സ്പെഷ്യൽ മീൻ കറി റെഡിയായിട്ടുണ്ട്. കുടംപുളിയും കുരുമുളക് പൊടിയും ഒന്നും ഉപയോഗിക്കാതെയുള്ള മീൻ കറിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. കോട്ടയം സ്റ്റൈൽ മീൻ കറി മാറി നിൽക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഗ്രേവി നല്ല തിക്കായിരിക്കും. ഇതിൻ്റെ വാളൻപുളി ചേർക്കുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ നല്ല ഒരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്ന് നമ്മുടെ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള ഈസി ആൻഡ് ഡിഫറെൻറ്റ് റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all. With love, Merin teacher.